നമസ്കാരം. ഓരോ ഗ്രാമപഞ്ചായത്തുകളും നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ അടിത്തട്ടിലെ ജനകീയമായ അധികാര കേന്ദ്രമാണ്. എന്തുതരം വികസനമാണ് ഓരോ പഞ്ചായത്തുകളും തങ്ങളുടെ പരിധിയിലുള്ള ജനത്തിന് നൽകുന്നത് എന്നത് പരമപ്രധാനവും. അതുകൊണ്ട് തന്നെ കേരള വിഷൻ ന്യൂസ് ഓരോ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർക്ക് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള അവസരം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, വരും കാല പദ്ധതികൾ എന്തൊക്കെ എന്നെല്ലാം പറയും. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങളും വിശേഷങ്ങളും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കേരള വിഷൻ ന്യൂസ്. ഇന്നത്തെ അതിഥികളായി ഇടുക്കി ജില്ലയിലെ ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ, തൃശൂർ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ എന്നിവരാണ് നമ്മളോടൊപ്പമുള്ളത്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ ഇടവെട്ടി പഞ്ചായത്തിലെ വിശേഷങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ 100% വിജയം കൈവരിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ബയോബിൻ നൽകിക്കൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇടവെട്ടി പഞ്ചായത്ത്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കുമുള്ള ക്ഷേമ പദ്ധതികളിലും അഭിമാന നേട്ടം കൈവരിച്ചു. ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിനുണ്ട്. ശ്രീമതി ബിൻസി, നമസ്കാരം. ഈ ഒരു ഭരണ കാലയളവിൽ എത്രത്തോളം പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം തങ്ങൾക്ക് ഇടപെടാൻ കഴിഞ്ഞു? ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം ഒറ്റനോട്ടത്തിൽ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമ്മുടെ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനസാന്ദ്രത കൂടുതലുള്ള ഒരു ചെറിയ പഞ്ചായത്താണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയും ആലക്കോട് പഞ്ചായത്തും കരുവന്നൂർ പഞ്ചായത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു പഞ്ചായത്താണ് ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത്. ഇവിടെ 6 സ്കൂളുകളും 15 അംഗനവാടികളും PHSC, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, വില്ലേജ്, അങ്ങനെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങള് എല്ലാമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പഞ്ചായത്താണ് ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത്. 6 സ്കൂളുകളിലായി കുട്ടികൾക്ക് നമ്മള് ബയോബിന്ന്, അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടികളില് ബയോബിന്നുകള് ഇതെല്ലാം നമുക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 508 പേർക്ക് വീടുകളിൽ മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പോട്ട് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹരിതകർമ്മ സേനാംഗങ്ങള് 26 പേരാണ് 13 വാർഡുകളിലായി നമ്മുടെ പഞ്ചായത്തില് അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്ലാസ്റ്റിക്കുകൾ നിക്ഷേപിക്കുന്നതിനായിട്ട് 31 മിനി എംസിബുകള് 13 വാർഡുകളിലായി നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണവുമായിട്ട് നമുക്ക് ഒരു MCF ആണ്. 50 ലക്ഷം രൂപയാണ് അതിന് മുടക്ക് വരുന്നത്. നമുക്ക് സ്ഥലമില്ലാത്തതിനാൽ നമുക്ക് MBIPയോട് നമ്മൾ സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കളക്ടറുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമമാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൽ ശാശ്വത പരിഹാരം ഇതുവരെയും കാണാനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. സാധാരണ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. പക്ഷേ നമുക്ക് ജലജീവൻ പദ്ധതി വന്നതോടുകൂടി ഇടുക്കി ജില്ലയിലെ ജലജീവൻ പദ്ധതിയിൽ സമ്പൂർണമായി 100% ജലം ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ച പഞ്ചായത്ത് എന്ന് ആദ്യം ഇടവെട്ടി ഗ്രാമപഞ്ചായത്താണ് പ്രഖ്യാപിച്ചത്. കാരണം നമുക്കറിയാം, ഈ വെള്ളത്തിന്റെ കാര്യമായതുകൊണ്ട് ചെറിയ ചെറിയ പൊട്ടലുകളും മെയിൻ്റനൻസ് പണികളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ജനങ്ങൾക്ക് കുടിവെള്ളത്തിനായിട്ട് നമുക്ക് 100% നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഓരോ പഞ്ചായത്തിന്റെയും ഉന്നമനത്തിലേക്ക് നയിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന മെമ്പർമാരെ കൂടി നമ്മൾ ഇതോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. ഈ ജനങ്ങൾ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് പാർപ്പിട സൗകര്യം എന്ന് പറയുന്നത്. ഇതിൽ എത്രത്തോളം വീടുകൾ ആളുകൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്? പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എത്രത്തോളം ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? 109 വീടുകൾ ഈ ഭരണസമിതി അധികാരത്തിൽ കയറിയിട്ട് 4 വർഷം പിന്നിട്ടപ്പോൾ 109 പേർക്ക് നമ്മള് ലൈഫില് എഗ്രിമെന്റ് വെച്ച് വീടുകൾ കൊടുക്കുവാനും, അതുപോലെ തന്നെ 33 പേർക്ക് PMAY വീടുകൾ കൊടുക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഭരണസമിതി ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാർ കൂടെ
നമുക്ക് വീട് കൊടുക്കുവാൻ സാധിക്കുമെന്നതിൽ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നമ്മുടെ 13 മെമ്പർമാരുടെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ബഹുമാന്യരായ ഉദ്യോഗസ്ഥര്, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സെക്രട്ടറി, ഇവരുടെ എല്ലാം കൂട്ടായ ഒത്തൊരുമയുടെ ഫലമായിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ ഈ 4 വർഷക്കാലം നമ്മുടെ പഞ്ചായത്തില് ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിച്ചത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. അവിടെ രാഷ്ട്രീയമോ ജാതിക്കോ ഒന്നും ഒരു പ്രസക്തിയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങള് നമുക്ക് ഒരു പരിധി വരെ പരിഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇടുക്കിയിലേക്ക് ഈ ടൂറിസം മേഖലയിലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്? റോഡ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ റോഡിന്റെ പ്രവർത്തനങ്ങൾ, അതായത് റോഡെല്ലാം നല്ല റോഡുകളാണോ? ഈ ടൂറിസത്തിനായി എത്തുന്ന ആളുകൾക്ക് ഈ റോഡിനെല്ലാം എത്രത്തോളം സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട്? ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്തിനോട് ചേർന്ന് 13ാം വാർഡിലും 3ാം വാർഡിലുമായിട്ട് നമുക്ക് 30 ഏക്കർ കുട്ടിവനം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് നഗരവന വൽക്കരണ പദ്ധതിയുടെ ഭാഗമായിട്ട് മന്ത്രി അത് കോതമംഗലത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ ടൂറിസ്റ്റുകൾക്കൊക്കെ വരാനായിട്ട് നല്ലൊരു പാർക്കും ഒക്കെ വരികയാണ്. പിന്നെ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിക്ക് നേടാൻ സാധിച്ച ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് 13ഉം 3ഉം വാർഡിലെ ജനങ്ങൾ ഇത്രയും നാളും വനത്തിൽ കൂടിയായിരുന്നു അവര് യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വനത്തിന്റെ ഫോറസ്റ്റുകാരെ വഴി അവരുടെ വനമെല്ലാം കെട്ടിയടച്ചപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഓൺ ഫണ്ട് തീരെ കുറവുള്ള ഒരു കൊച്ചു പഞ്ചായത്താണ്. എങ്കിലും 13 മെമ്പർമാരുടെയും കൂട്ടായ ഈ ഭരണസമിതി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിലൂടെ ഓൺ ഫണ്ട് 26 ലക്ഷം രൂപ നമ്മളെ ഫോറസ്റ്റിന് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കുകയും ഈ 13ഉം 3ഉം വാർഡിലെ ജനങ്ങൾക്കായിട്ട് നമുക്ക് നല്ലൊരു വഴി അവരോട് നമുക്ക് വാങ്ങിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൽ വളരെയധികം സന്തോഷമാണ്. ഇപ്പം ഈ നഗരവന പദ്ധതിയുടെ ഭാഗമായിട്ട് വനമെല്ലാം അവർ അടച്ചുകെട്ടി. അപ്പോൾ ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ നമ്മൾ ഈ കാശ് കൊടുത്ത് മേടിച്ച ഈ വഴി മാത്രമാണ്. അത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. ഈ വനമേഖല എന്ന് പറയുമ്പോൾ തന്നെ വന്യജീവി ശല്യം എല്ലാം ഉള്ള ഒരു സ്ഥലമാണോ? ഈ ഇടുക്കി മേഖല പ്രധാനമായും വന്യജീവി ശല്യങ്ങളെല്ലാം കൊണ്ട് കൃഷികളടക്കം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണോ ഈ ഒരു ഇടവെട്ടി പഞ്ചായത്ത്? ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരു വന്യമൃഗങ്ങളുടെ ഒരു ശല്യവുമില്ല. പിന്നെ ജനങ്ങളെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുള്ളംപന്നിയുടെ ആക്രമണമാണ്. അത് എല്ലാ വാർഡുകളിലും തെക്കുംഭാഗം മേഖലയാണെങ്കിലും ആർപ്പാമറ്റം, ശാസ്താംപാറ എല്ലാ മേഖലകളിലും ഈ മുള്ളംപന്നിയുടെ ഒരു പ്രശ്നമാണ് നമുക്ക് നേരിടേണ്ടതുള്ളത്. അല്ലാതെ ഒരു വന്യജീവികളുടെ ആക്രമണം ഉള്ള ഒരു പഞ്ചായത്തല്ല. ഇങ്ങനെയൊരു നഗരവനവൽക്കരണ പദ്ധതി വരുന്നതോടുകൂടി ടൂറിസം മേഖലയ്ക്ക് അത് വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇടവെട്ടിച്ചിറ. അവിടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, ഔഷധ സേവയൊക്കെയുള്ള ഒരു ക്ഷേത്രമുണ്ട്. 10,000-കണക്കിന് ആൾക്കാരാണ് ഔഷധ സേവയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വർഷവും അവിടെ വന്നു പോകുന്നത്. അപ്പം നമുക്ക് ആ ഇടവെട്ടിച്ചിറ നമ്മൾ കഴിഞ്ഞ ദിവസം ജില്ലാ ആസൂത്രണ സമിതിയിൽ അതിന്റെ റിപ്പോർട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ടൂറിസമായിട്ട് നമുക്ക് ഏറ്റെടുക്കുവാണെങ്കിൽ ഈ ഓൺ ഫണ്ട് കുറഞ്ഞ പഞ്ചായത്തിന് ഒരു തനതായ ഒരു ഫണ്ട് ഉണ്ടാകുവാനും ജനങ്ങൾക്ക് നല്ലൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കും. അതുപോലെ തന്നെ മലങ്കര ഡാം, നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തിയാണ് മലങ്കര ഡാം. അവിടെയും നമുക്ക് നല്ലൊരു മലങ്കര കേന്ദ്രീകരിച്ച ഒരു ടൂറിസ്റ്റ് ഉള്ളത് നല്ലൊരു സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഈ സ്ത്രീ ശാക്തീകരണ പദ്ധതികളിൽ എന്തൊക്കെ തരത്തിലുള്ള ഉന്നമന പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്? അതിന്റെ അകത്ത് നമുക്ക് കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മള് സ്വയം തൊഴില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മള് കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വനിതകൾക്ക് പല പല പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം തെക്കുംഭാഗം മേഖലകളൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കർഷകർക്ക് നമുക്ക് ഉള്ള ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ചുകൊണ്ട് അവർക്ക് നമുക്ക് കൃഷി മേഖലയിലും അതുപോലെ തന്നെ ധാരാളം ക്ഷീര കർഷകരുള്ള ഒരു മേഖലയാണ്. നമുക്ക് ഉള്ള ഫണ്ടിന്റെ ലഭ്യത കൊണ്ട് നമ്മൾ ക്ഷീര മേഖലയിലും കാർഷിക മേഖലയിലും
വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അതുപോലെ നമുക്ക് നല്ല രീതിയിൽ മുന്നേറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് വഴികളാണ്. കുറെ വഴികളൊക്കെ നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് 13 വാർഡുകളിലും നമ്മൾ നല്ല രീതിയിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ ബഹുമാന്യനായ MP, MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവരുടെ സഹായത്തോടു കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് വഴിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഓൺ ഫണ്ട് കുറവുള്ള ഈ പഞ്ചായത്തിന് ഫണ്ടിന്റെ ഒരു ലഭ്യതക്കുറവുണ്ട് എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ കാർഷിക മേഖലയിലടക്കം നിരവധി നേട്ടങ്ങളാണ് കൊയ്തിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ, അതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും അത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൃഷി, ഈ മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ക്യാമ്പയിനുകൾ, അതിനായുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാ രീതിയിലും ഈ കുട്ടികൾക്കായി, ഭിന്നശേഷി കുട്ടികൾക്കായുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇനി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ മാലിന്യമുക്തമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, ഈ പഞ്ചായത്തിന് ഒരു ശ്മശാനമില്ല. ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് ശ്മശാനം എന്നത്. നമുക്ക് പഞ്ചായത്തിന് സ്ഥലമില്ലാത്തതിനാല് MBAPയോട് നമ്മൾ സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത് അവർ ലഭ്യമാക്കി തരാമെന്ന് പറഞ്ഞാലും അവർക്ക് കനാലുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതിനാൽ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് മലങ്കര എസ്റ്റേറ്റിനോട് നമ്മൾ ഒരു 15 സെന്റ് സ്ഥലവും കൂടെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു ശ്മശാനം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അത് എന്നും ഒരു പ്രചോദനമായി അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക്, ഇപ്പൊ നമുക്ക് തൊടുവഴിക്കും അല്ലെ പല സ്ഥലങ്ങളിലും വേണം നമുക്ക് ശവസംസ്കാരത്തിനുള്ള നടപടികൾ നടത്തുവാന്. അപ്പൊ ഒരു പൊതു ശ്മശാനം എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മാർച്ച് 31 മാലിന്യമുക്ത നവകേരളമായിട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തില് ഒരു MCF എന്നതും നമ്മുടെ സ്വപ്നമാണ്. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളെ SC മേഖലയിലും ST മേഖലയിലും, അതുപോലെ തന്നെ നമ്മൾ ഭിന്നശേഷി കുട്ടികൾക്ക് ആദ്യമായിട്ട് ഈ വർഷം നമ്മൾ ഭിന്നശേഷി കലോത്സവം നടത്തുകയുണ്ടായി. 75 ലക്ഷം രൂപ പഞ്ചായത്ത് ഓൺ ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഭിന്നശേഷി കലോത്സവം നടത്തിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മുടെ 15 അംഗനവാടികളിലായി 250 പരം കുട്ടികള് പഠിക്കുന്നുണ്ട്. അവർക്ക് അംഗനവാടി കലോത്സവങ്ങൾ നടത്തുന്നു. അതുപോലെ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങള്, പാലിയേറ്റീവ് സംഗമം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വരും കാലങ്ങളിലും ഉണ്ടാകട്ടെ. ഈ ഭരണ കാലയളവിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയായിരിക്കും ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ നോക്കിക്കാണുക. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ബിൻസി മാർട്ടിൻ.